നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാട് നടുങ്ങിയ ഇരട്ട കൊലപാതകങ്ങൾക്ക് മുൻപേ പ്രേംകുമാർ ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം ആദ്യ ഭാര്യ അതിക്രൂരമായി കൊലപ്പെടുത്തി മക്കളെ വഴിയാധാരമാക്കിയ ഒരു നികൃഷ്ട ജന്മമായിരുന്നു അയാൾ. 2019 ഉദയംപേരൂർ വിദ്യാകൊലക്കേസ് അരങ്ങേറിയത്. അന്ന് കാമുകിക്കൊപ്പം ജീവിക്കാനായിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയത്. അതോടെ ആരോരുമില്ലാതായത് പ്രതി പ്രേംകുമാറിന്റെ 6ാം ക്ലാസ്സുകാരനായിരുന്ന ഇളയ മകനായിരുന്നു. വിദ്യ കൊല്ലപ്പെടുകയും പ്രേംകുമാർ പിടിയിലാവുകയും ചെയ്തതോടെയാണ് വിദ്യയുടെ ഇളയ മകനെ ബന്ധുക്കൾ കൈയൊഴിഞ്ഞത്. മൂത്ത മകളെ ഏറ്റെടുത്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ മൂലം മകനെ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇതോടെ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. വിദേശത്ത് ജോലി ചെയ്യുകയാണെന്നും അതിനാൽ പഠിക്കാൻ സംരക്ഷണ കേന്ദ്രത്തിലാക്കാമെന്നും മകനെ വിശ്വസിപ്പിച്ച് ഇവിടേക്ക് പോകും വഴി മകന്റെ കൺമുന്നിൽ വച്ചാണ് പ്രേംകുമാർ അന്ന് പോലീസ് പിടിയിലായത്. വിദ്യയുടെ മരണത്തിനും പ്രേംകുമാറിന്റെ ജയിൽവാസത്തിനും അപ്പുറം ഈ കൊലയുടെ യഥാർത്ഥ ഇര അവരുടെ ഇളയ മകനാകുകയായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അച്ഛനും അമ്മയും സഹോദരിയും അവനില്ലാതായി. കൊലപാതകം പുറത്തറിയുന്നതിന് മുൻപ് തന്നെ പ്രേംകുമാർ മക്കളെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരുന്നു. പ്രേംകുമാറിന്റെ സ്വഭാവത്തിൽ പേടി തോന്നിയ 9ാം ക്ലാസ്സുകാരിയായിരുന്ന മൂത്തമകൾ സ്കൂൾ കൗൺസിലറോട് പരാതി പറഞ്ഞതോടെ കുട്ടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുകയായിരുന്നു. കമ്മിറ്റി പ്രേംകുമാറിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ മകളെ മാത്രം ഏറ്റെടുത്തു. ബന്ധുക്കൾ കൈയൊഴിഞ്ഞ മകനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ച് വിദേശത്തേക്ക് കടക്കാനായിരുന്നു പ്രേംകുമാറിന്റെ നീക്കം. വിദേശത്ത് ജോലിക്ക് പോയി ഉടൻ വരാമെന്ന് മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സംരക്ഷണ കേന്ദ്രത്തിലാക്കാൻ വരുന്ന വഴിക്കാണ് പോലീസ് പിടിയിലായത്. കൺമുന്നിലുണ്ടായ അർച്ചന്റെ അറസ്റ്റ് 6ാം ക്ലാസ്സുകാരന് ഇരട്ടി ആഘാതമായിരുന്നു ഏൽപ്പിച്ചത്. കാമുകിക്കൊപ്പം കഴിയാൻ ആദ്യ ഭാര്യ വിദ്യയെ ക്രൂരമായി കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് 2ാം ഭാര്യ രേഖയും അമ്മ മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത്. 2019 കാമുകിയായ തിരുവനന്തപുരം മെള്ളറട അഞ്ചുമരം കാല വാലൻവിള സുനിത ബേബിക്കൊപ്പം ചേർന്ന ആദ്യ ഭാര്യ ചേർത്തല കഞ്ഞിക്കുഴി പുതിയാമ്പറമ്പ് സ്വദേശിയായ വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. 2019 നടന്ന കൊലപാതകം ഉദയംപേരൂർ വിദ്യാകൊലക്കേസ് എന്ന പേരിൽ വൻ വിവാദമായിരുന്നു. അന്ന് ഉദയംപേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും ഭാര്യ വിദ്യയും. തിരുവനന്തപുരത്ത് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു പ്രേംകുമാറും സുനിതയും. സ്കൂളിൽ നടത്തിയ റീയൂണിയന് ശേഷം ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. തുടർന്ന് സുനിത ഹൈദരാബാദിലെ ജോലി ഒഴിവാക്കി കടയ്ക്കലിലെ ആശുപത്രിയിൽ ചേർന്നു. പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാട് ഓഫീസ് ഉണ്ടായിരുന്നു. അതിനടുത്ത് ഇരുവരും ചേർന്ന് വീട് വാടകയ്ക്കെടുത്തു. ഇത് വിദ്യ അറിഞ്ഞതോടെയാണ് അവരെ ഒഴിവാക്കാനായി തീരുമാനിച്ചത്. തുടർന്ന് സെപ്റ്റംബർ 20 പ്രേംകുമാർ വിദ്യയുടെ ഫോൺ എറണാകുളത്തെ നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിലിട്ടു. പിന്നീട് ഉണ്ടാകുന്ന അന്വേഷണം വഴിതിരിച്ചു വിടാനായിരുന്നു ഈ സിനിമാ തന്ത്രം. പിന്നീട് കഴുത്തിന് അസുഖമുണ്ടായിരുന്ന വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. പ്രേമിന്റെ പ്രേരണയിൽ അമിതമായി മദ്യപിച്ച വിദ്യ ബോധം കെട്ടുറങ്ങി. പുലർച്ചെ 2 മണിയോടെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി. മുകൾ നിലയിലുണ്ടായിരുന്ന സുനിത താഴെത്തി ഹൃദയമിടിപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി. മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റി. രാവിലെ സുനിത പതിവ് പോലെ ജോലിക്ക് പോയി. മൃതദേഹം മറവു ചെയ്യാൻ പ്രേംകുമാർ ഒരു സഹപാഠിയുടെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ല. മൃതദേഹം വൈകിട്ട് പ്രേമും സുനിതയും ചേർന്ന് കാറിൽ കൊണ്ടുപോയി. സുനിത പിൻസീറ്റിൽ മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടിരുന്നു. തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിൽ ഏർവാടി ഓവർബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളി. ശേഷം വിദ്യയെ കാണാനില്ലെന്ന് സുനിതയ്ക്കൊപ്പം എത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസിന് സംശയം തോന്നി വിശദമായ അന്വേഷണം നടത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രേംകുമാർ തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ വാട്സാപ്പിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നുവെന്ന് ശബ്ദ സന്ദേശം അയച്ചിരുന്നു. ബഹ്റൈനിലേക്ക് കടക്കാൻ പ്രേംകുമാർ ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരുന്നെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു. പിന്നീട് മറ്റൊരു ദിവസം കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തതിനു ശേഷം ബഹ്റൈനിലേക്ക് പോകാൻ പ്രതി ലക്ഷ്യമിട്ടെങ്കിലും അഡ്മിഷൻ എടുക്കാൻ അനാഥാലയത്തിൽ നിൽക്കുമ്പോൾ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സഹപാഠി സുനിതയെ സ്കൂൾ റീയൂണിയനിൽ പ്രേംകുമാർ വീണ്ടും കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു. ഒരുമിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സുനിതയും പ്രേംകുമാറും ചേർന്ന വിദ്യയെ കൊലപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 20 വിദ്യയുമായി വില്ലയിലെത്തിയ ശേഷം അമിതമായി മദ്യം നൽകി കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വിദ്യയുടെ മൃതദേഹം കാറിൽ തിരുനെൽവേലിയിൽ എത്തിച്ചു ഉപേക്ഷിച്ചു. ഇതിനുശേഷം ദിവ്യയെ കാണാനില്ലെന്ന് ഈ പ്രേംകുമാർ തന്നെ സുനിതയ്ക്കൊപ്പം എത്തി പോലീസിന് പരാതി നൽകുകയായിരുന്നു. പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും ഇരുവരും പിടിയിലായതും. ഒട്ടേറെ സംശയങ്ങൾക്കും നിഗമനങ്ങൾക്കും ഒടുവിലാണ് ഭർത്താവ് പ്രേംകുമാറിലേക്ക് അന്ന് അന്വേഷണ സംഘം എത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷ ഉദയംപേരൂർ പോലീസിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി, ഏറ്റവും ഒടുവിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CV ജോസിന് ലഭിച്ച വാട്സാപ്പ് ശബ്ദ സന്ദേശം എന്നിവയൊക്കെയാണ്
പ്രേംകുമാറിനെ കുടുക്കിയത്. 2019 സെപ്റ്റംബർ 23 ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി പ്രേംകുമാർ ഉദയംപേരൂർ സ്റ്റേഷനിലെത്തുന്നത്. അന്ന് കണ്ടനാട് പള്ളിയിൽ തർക്കം നടക്കുന്നതിനാൽ അഡീഷണൽ കമ്മീഷണറും DCPയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സ്റ്റേഷനിലുണ്ടായിരുന്നു. CIയും സംഘവും പള്ളിയിലായിരുന്നു. സീനിയർ CPO CV ജോസിനാണ് പ്രേംകുമാർ അന്ന് പരാതി നൽകിയിരുന്നത്. വിദ്യ നേരത്തെ 4 തവണ കാണാതായിട്ടുള്ളതിനാൽ തൽക്കാലം കേസെടുക്കേണ്ട എന്നാണ് പ്രേംകുമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് തന്നെ പോലീസ് കേസെടുത്തു. 2 ദിവസം കഴിഞ്ഞാണ് മൊഴിയെടുക്കാൻ പ്രേംകുമാറിനെ പോലീസ് വിളിപ്പിക്കുന്നത്. നവംബർ 1 ഹാജരാകാമെന്ന് പ്രേംകുമാർ അറിയിച്ചു. അന്ന് ഹാജരാകാത്തതിനെ തുടർന്ന് പോലീസ് വീണ്ടും വിളിച്ചപ്പോൾ താൻ ഹൈദരാബാദിലാണെന്നും നാട്ടിൽ വരുമ്പോൾ ഹാജരാകാമെന്നും വിശദീകരിച്ചു. നാട്ടിലെത്തിയിട്ടും സ്റ്റേഷനിൽ മൊഴി നൽകാൻ വരാത്തതിനാൽ പോലീസ് വീണ്ടും വിളിച്ചു. ഇതിനിടെയാണ് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് പ്രേംകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രേംകുമാറിനെതിരെ പരാതിയൊന്നുമില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി. ഇതോടെ പ്രേംകുമാറിന് വിദ്യയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചു. മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് പോലീസ് നിരന്തരം വിളിച്ചതോടെ പോലീസ് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതായി പ്രേംകുമാർ കമ്മീഷണർക്ക് പരാതി നൽകി. CI K ബാലൻ, CV ജോസ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി. പിന്നീട് CI ഇല്ലാത്ത നേരം നോക്കി മൊഴി നൽകാൻ പ്രേംകുമാർ എത്തിയത് സംശയം ബലപ്പെടുത്തി. കൂടാതെ പ്രേംകുമാറിന്റെ ഫോണിൽ നിന്ന് SCPO ജോസിന്റെ ഫോണിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന വാട്സാപ്പ് ശബ്ദ സന്ദേശം വന്നു. ഇതും തങ്ങളെ വഴിതെറ്റിക്കാനാണോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു. എന്നാൽ അധികം വൈകാതെ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഉദയംപേരൂർ സ്വദേശി വിദ്യയെ സെപ്റ്റംബർ 3 തിരുവനന്തപുരം പേയാടുള്ള റിസോർട്ടിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. വിദ്യയുമായി എത്തി ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം കഴുത്തിൽ കയർ മുറുക്കി പ്രേംകുമാർ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഭാര്യയെ കാണാതായെന്ന് പ്രേംകുമാർ തന്നെ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രേംകുമാറും കാമുകിയും ചേർന്ന് വിദ്യയുടെ മൃതദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ എത്തിച്ചാണ് മറവു ചെയ്തത്. നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുകയായിരുന്നു സുനിത ജീവിതത്തിലേക്ക് വന്നതോടെ വിദ്യയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പ്രേംകുമാർ തക്കം പാർത്തിരുന്നു. വിദ്യയ്ക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. വിദ്യയ്ക്ക് അന്ന് കഴുത്തിനാണ് പരിക്കേറ്റത്. ആയുർവേദ ചികിത്സയിലൂടെ കഴുത്തിനേറ്റ പരിക്ക് സുഖപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പ്രേംകുമാർ വിദ്യയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരത്ത് പേയാട് ഗ്രേസ് എന്നു പേരുള്ള വില്ല സുനിത നേരത്തെ തന്നെ വാടകയ്ക്ക് എടുത്തിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ഇരുവരും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ അരങ്ങേറിയത് തമിഴ് സിനിമ 96 മോഡൽ പ്രണയവും ദൃശ്യ മോഡൽ കൊലപാതകവുമാണ്. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ രേഖ 5 മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിന് വിവാഹം കഴിച്ചത്. 6 മാസം മുൻപാണ് ഇവർ പടിയൂരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചതും. അതിനുശേഷമാണ് രേഖ കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത്. 2 ദിവസം മുൻപ് രേഖ പ്രേംകുമാറിന്റെ പേരിൽ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സിന്ധു പോലീസിനോട് പറഞ്ഞു. തിങ്കളാഴ്ച ഇരുവരോടും കൗൺസിലിംഗിന് എത്താൻ നിർദ്ദേശം നൽകി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നാണ് മകൾ സിന്ധു പറയുന്നത്. കിടപ്പുമുറിയിൽ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. വീടിനുള്ളിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യ ഭാര്യ വിദ്യയെ കൊന്ന് കാട്ടിൽ കുഴിച്ചുമൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ 2ാം ഭാര്യ രേഖയെയും രേഖയുടെ അമ്മ മണിയെയും കൊന്നത് കഴുത്തുഞെരിച്ചാണ്. മൃതദേഹങ്ങൾക്കരികിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലാണ്. പുറകിലത്തെ വാതിൽ തള്ളി തുറന്നാണ് പോലീസ് സംഘം അകത്തേക്ക് കയറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.